ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഞാനും മമ്മിയും ഒരു കിടുക്കാച്ചി ചലഞ്ചുമായിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ചലഞ്ച് എന്താണ് മമ്മേ? എനിക്കറിയത്തില്ല, നീ എന്തൊക്കെ സാധനം പഠിച്ചു. ഞാൻ എന്തിനാന്ന് ചോദിച്ചിട്ടൊന്നും അവ എന്റെ അതെ, ഞാൻ അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ 24 hours മാഗി തിന്നാൻ പോവാ. മടുത്തു. ഇനി മാഗി വെച്ചിട്ട് പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോവാന്ന്. അത് ആരാ ഉണ്ടാക്കുന്ന? അമ്മ. എനിക്ക് പനിയാടെ. അമ്മക്ക് പനിയല്ലേ? അതാ, എനിക്കും അമ്മയ്ക്കും പനി കേട്ടോ. എന്റെ സൗണ്ട് ഒക്കെ മാറിയിരിപ്പുണ്ട്. പനിയാണ്, 2 ദിവസമായിട്ട് നല്ല പനിയാണ്. ഹോസ്പിറ്റലിൽ പോയെന്നില്ല, ഇപ്പൊ ഇതൊക്കെ മാറുമല്ലേ. നമ്മള് ചെറിയ പനി വന്നാലും നമ്മളങ്ങനെ തളർന്നു പോകുന്ന ആൾക്കാരില്ല, നമ്മൾ സ്ട്രോങ് ആണ്. അതെ, നമ്മളങ്ങനെ തളരത്തില്ല. അപ്പൊ രാവിലെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? മാഗി വെച്ച് പുട്ട വയ്ക്കാൻ പറ്റുമോ? പുട്ടാണല്ലോ മെയിൻ അമ്മയുടെ. അപ്പൊ ഇന്ന് പുട്ട് ഉണ്ടാക്കുക മാഗി വെച്ചിട്ട്. പുട്ട് അത് പറ്റില്ല, അത് പൊടിക്കണം. പൊടിച്ച ആ പുട്ടത്തിനകത്തിട്ട് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് പഴവും കൂട്ടി അടിക്കണം. നമുക്കുള്ള ഇതല്ലേ ചിരട്ടപ്പുട്ട. ചിരട്ടയാണോ? ചിരട്ടെങ്കിൽ ചിരട്ട, കുറ്റിയെങ്കിൽ കുറ്റി, അങ്ങനൊന്നുമില്ല. ദോശ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. മാഗി എടുത്ത് മിക്സിയിലിടണം, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കണം. ഇത് ഉപ്പിട്ട് ചുട്ടാ പോരെ? ഈസ്റ്റ് ഇടണോ? ഇല്ല, ട്രൈ നോക്കാം. പിന്നെ നമ്മള് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആർ യു റെഡി? OTP ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടുകൂടി അല്ല, OTD. ഇതാണ് OTD. നമ്മുടെ ലുക്ക് ഇതാണ്, നാടൻ വേഷമാണ്. കമോൺ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ കുക്കിംഗ്. സാധനം മേടിച്ചിട്ടുണ്ട് മാഗിന്റെ. എല്ലാം ചെറിയ മാഗിയാണ് കേട്ടോ മേടിച്ചത്. വേറെ ഫ്ലേവറിലുള്ള മാഗികളാണ് മേടിച്ചത്. ഇതൊക്കെ മസാല, സ്പെഷ്യൽ മസാല മാഗിയൊക്കെയാണ്. പിന്നെ മാഗി ക്യൂബ്, പിന്നെ കപ്പ് നൂഡിൽസ് ഉണ്ട്. മമ്മിയായിട്ട് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്ക് വെറൈറ്റി സാധനം ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് ദോശയാണ് സുഹൃത്തുക്കളെ. ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലിയല്ലോ, ഇടിയപ്പം. അതെ, ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ്. എന്താണെന്ന് അറിയത്തില്ല, ഉണ്ടാക്കി നോക്കാം. കൊള്ളാരിയോ? നീ എന്തൊരു ഉണ്ടാക്കി തന്നാലും ഞാൻ തിന്നും. മാവില് സാധാരണ ഉപ്പിടും. കുറച്ച് ഉപ്പിടാവേ. ഇത്ര ഉപ്പ്, ഇത്ര മതി തോന്നല്ലേ? തോടാ പാനി മതിയാ? ഓക്കേ, ഞാൻ നേരെ വരുമായിരിക്കും. പിന്നെ ഞാൻ എന്തുണ്ടെങ്കിലും വെറൈറ്റി ആണല്ലോ. അരഞ്ഞ് ഇത് ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ. എനിക്ക് വയ്യ, ഞാൻ ഒരു കുക്കർ തന്നെ. നീ തീർന്നു. ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് നിനക്ക് ഇതാ ദോശ. ഈശ്വര, ഇതെനിക്കൊരു പണിയാവൂ. സെറ്റമ്മ നോക്കിയേ, മാവ് കണക്ക് തന്നെ മയമുണ്ട്. വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ ഞാൻ വേണം. ഇച്ചിരി ഉഴുന്നും കൂടെ അരയ്ക്കാൻ ഇഡലി ആവുമെന്ന് തോന്നുന്നു. കാണാൻ നല്ല രസം ഉണ്ടോട്ടാ. അമ്മ കറക്റ്റ് മാവിന്റെ ടേസ്റ്റ് അല്ലേ? ഉപ്പിടണ്ട, നീ ഇട്ടായിരുന്നില്ലേ? ഉപ്പുണ്ട്. കൊള്ളാൻ കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ മാവ് കൊള്ളാം. ഇനി ചൂടാ നമുക്ക്. ഞാൻ കണ്ടുപിടിച്ച്. വീട്ടില് മാവില്ലെങ്കിൽ ആരും വിഷമിക്കണ്ട. ഒരു മാഗി മേടിക്കുക, പിന്നെ മിക്സിയിലോട്ട് ഇടാ, അരയ്ക്കുക, ദോശ ഇടാ, തിന്നാ. ഇളകും. നോൺ സ്റ്റിക്ക് എടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാൻ എടുക്കൂ. എനിക്ക് അമ്മയുടെ പഴയ പവറൊക്കെ കിട്ടി. എനിക്കിപ്പോ പൊള്ളത്തൊന്നുമില്ല. നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം. ഗീ. രാവിലെ നിനക്ക് ഇതും ദോശ സാമ്പാർ തിരിഞ്ഞ് വീഴുമെങ്കിൽ കുഴപ്പമില്ല. അതിന്റെ മണ്ടയിൽ നമുക്ക് കുറച്ച് ഒണിയൻസ് ആൻഡ് ക്യാരറ്റ്സ് പുട്ട് ചെയ്യാം. അരിയണം. എന്ത് അരിയുന്ന? ക്യാരറ്റ്. സിനാപ്രി ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര യൂസ് ആട്ടോ. ഇത്ര ഇങ്ങനെ വെക്കാലോ. അതൊക്കെ പോകും. ഇങ്ങോട്ട് പിടിച്ചോളി. ഇല്ല, ഇങ്ങോട്ട് പിടിക്കമ്മ. നിങ്ങൾക്ക് എന്തോ അറിയാം. അതെന്റെ നോക്കിയോ. അമ്മയെ വലിച്ച് ഒടിഞ്ഞമ്മ. ഒടിഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകൂടെ. അത് സ്റ്റക്കായത്. തള്ളമാര് പറഞ്ഞാ ഇപ്പോഴത്തെ മക്കൾ ഒരു ശകലവും കേൾക്കത്തില്ല. പറഞ്ഞാ കേൾക്കണം. സെറ്റ്. അയ്യോ, മുണ്ട അതിന്റെ കീഴിൽ പോയി. മുണ്ട് മാത്രമേ ഉള്ള, വേറെ ഒന്നും ഉള്ള കുറച്ച് തങ്കടി കൂടുന്നുണ്ട് കേട്ടോ. കുറച്ചുള്ളി കുറച്ച് മതി, ഒത്തിരി വേണ്ട. ഒരുപാട് ടേസ്റ്റ് ആവും, അറിയാലോ. അതെ, ഒരു കൊണാക്രി ഐറ്റം ആണ്. ഞാനല്ലാതെ നീ ഉണ്ടാക്കി തിന്നാനിരിക്കുന്ന ഗ്രീൻ ചില്ലി 4 മതി. ഇത്ര മതിയല്ലോ. ഇനി നമ്മുടെ മെയിൻ സാധനം മാഗി മസാല. നോക്കി ഇരിക്കുന്ന നോക്ക്, കാണാൻ രസമുണ്ടല്ലേ? പിസ്സ പോലില്ലേ? ഞാൻ ആ പിസ്സ ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നു ഇത് കാണുമ്പോൾ. ഓ മൈ ഗോഡ്, ഇത് പിസ്സ ആയിരിക്കുന്നു.
ഒരു ദോശം കൂടെ ഉണ്ട്, അതുകൂടെ ചൂടാം. പിന്നെ നമുക്ക് അടുത്ത ഇടിയപ്പം ഉണ്ടാക്കാം അല്ലേ അമ്മ? വെള്ളം ചൂടായാ തുറയോട്ട്. ഓ ആ പിടിക്കുന്ന തുണിയാ പൊളിച്ചടുക്കി. ഇനി ഇത് നമുക്ക് പൊടിച്ച് അതിനകത്തോട്ട് ഇടാം. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആവില്ല. പൊടിച്ചിടാം അങ്ങനെ ഇടും. ഇത് ചിലപ്പോഴേ സക്സസ് ആവത്തുള്ളൂ കേട്ടോ. എനിക്ക് വലിയ പ്രതീക്ഷ ഇതിനകത്തില്ല. അത് നമുക്ക് അമ്മേ ട്രൈ ചെയ്ത് നോക്കാം. ലേശം തേങ്ങ എല്ലാത്തിൻ്റെ മണ്ടയ്ക്ക്. ഈശ്വര ഇതൊക്കെ എന്തുവാണോ എന്തോ. ഞാൻ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിക്കുന്നെങ്കിൽ അതിനെല്ലാം ഫുൾ സപ്പോർട്ട്. ഞാൻ എന്താണെന്നറിയാവോ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നിനക്ക് രാവിലെ എണീക്കുമ്പോ അത് വേണ്ട കേട്ടോ, ഉണ്ടാക്കി തരാമല്ലോ. ഇതൊരു ചലഞ്ചാ. ഈ ചലഞ്ച് കഴിയുമ്പോൾ എല്ലാം തീരും. ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, ഓക്കെ സെറ്റ്. എന്തൊക്കെയല്ലേ ഉണ്ടാക്കുന്നേ? അതെ, ഒത്തിരി ഉണ്ടാക്കി പാഴി കളയണ്ട, കാരണം ഭയങ്കര ടേസ്റ്റ് ആണ് ഇത്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാലോ ഒന്നിന്റെ ഉണ്ടെങ്കിൽ? മുട്ട പൊട്ടിച്ചൊഴിച്ചാ ആ മുട്ടയുടെ മഞ്ഞക്കൊരു ആവിയിൽ വെന്തിരിക്കും. തൽക്കാലം ഇത് വെന്ത് വരട്ടെ. അത് വരട്ട്. തുറന്നാണമ്മ, കൊറേ നേരമായിട്ടോ വെച്ചിട്ട്. ആ മാഗി ആയി കേട്ടോ, അത് വെന്ത് കൊള്ളായിരിക്കും. നമുക്ക് എടുക്കാം. എടുത്തേ ഇങ്ങോട്ട് എടുത്ത് വെച്ചേ. ചൂട് പാറും മാഗി ഇടിയപ്പം. ദോശ വേണോ ഇടിയപ്പം വേണോ? രണ്ടും വേണം. കരിച്ച നമ്മളെ ഇത് മടക്കി വെച്ച് ഇതിന്റെ അകത്ത് സാധനം വെച്ചേക്കുന്നോണ്ട് മടക്കി ഓട്ടകളൊക്കെ ഇരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതിന് വലിയൊരു ഷേപ്പില്ല, പക്ഷെ അമ്മ ഉണ്ടാക്കിയത് നല്ല ഷേപ്പ് ഉണ്ട് കാണാൻ. ഇപ്പം ഇടിയപ്പം നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട ഇതിന്റെ മണ്ടയിൽ ഇരിക്കുന്നുണ്ട്, അതിന്റെ മസാലയൊക്കെ കഴിച്ചു നോക്കാം. ചെറിയ കട്ടി ഉണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും കൂടെ എടുക്കാമല്ലേ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ മാഗി ഉണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റില്ല. എന്നാലും ഫ്ലോപ്പ് ആയില്ല. കഴിക്കാം. കൊള്ളത്തില്ലേ അമ്മ? കൊള്ളാം, തേങ്ങ കിട്ടുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ദോശ ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാഗി വെച്ച് ഉണ്ടാക്കിയ ദോശ. അതിൻ്റെ അകത്ത് ഫില്ലിങ് ഉണ്ടോ, കുറച്ചങ്ങോട്ട് പിച്ചെടുക്കാം. കൊള്ളാല്ലേ? കൊള്ളാം, കാര്യമായിട്ട് പറഞ്ഞ കറക്റ്റ് ദോശയുടെ ടേസ്റ്റ് തന്നെ. അമ്മ കൊള്ളാം അമ്മ, ഞാൻ സീരിയസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് മാഗിയുടെ ടേസ്റ്റ് ഉള്ള ദോശ. കൊള്ളാല്ലേ? ഞാൻ ചുമ്മാ കളിയായിട്ട് ഉണ്ടാക്കിയാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കാം. അറിയത്തില്ലല്ലോ ഉണ്ടാക്കാൻ, കണ്ടുപിടിച്ചോ? വെറൈറ്റി ഐറ്റം. അച്ഛൻ എപ്പോ വരും? അച്ഛൻ ആദ്യമേ കൊടുക്കായിരുന്നു ഇതൊക്കെ. ഇത് കൊണാക്രി ആട്ടോ, ഇത് നേരെ വരും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്നാലും നമുക്ക് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മറ്റേ ഈ തടിയുടെ സാധനം. നമ്മൾ എപ്പോഴും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ ഇരുമ്പിന്റെ സാധനം ഇട്ട് ഇളക്കരുത്, നമ്മൾ തടീന്റെ സാധനം മാത്രം അല്ലേ? അങ്ങനെയല്ലേ? അതെ. കടുവ എന്തൊരു സാമ്പാർ ഉണ്ടാക്കുന്ന കടുവ നിറത്തില്ല. കുറച്ച് വെണ്ടയ്ക്ക ഇടാം. നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇടാവേ. ഇഞ്ചി നമ്മൾ ഇടുന്നില്ല, വെളുത്തുള്ളി മാത്രം. വെളുത്തുള്ളി, സവാള എല്ലാം കുനുകുന അരിഞ്ഞതാണ്. ക്യാപ്സിക്കം, പച്ചമുളകും ഇടാം. അടുത്തത് കോണാണ് കേട്ടോ. മറ്റേ പച്ചക്കോണ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതിപ്പോൾ ഉണക്കക്കോണാണ്. ഇത് കുറേ നേരമായിട്ട് വേവിച്ച്, പക്ഷേ ഇതല്ല കറക്റ്റ് ഇടാനുള്ളത്. എന്തിരിച്ചിരിക്കുന്ന മറ്റേ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. അയ്യോ, ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പകുതി. ഓക്കെ, മാഗിപ്പൊടി, കുറച്ച് വെള്ളം. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ഐറ്റംസ്. എന്നേ കൊച്ചുണ്ടി പല്ലില്ലാതെ എന്തിനാ ഇത് തന്തൂരി മയോണൈസ് കേട്ടോ. ഈ അത് എന്തിനൊക്കെ വീഴുന്നമ്മ? നിങ്ങൾക്ക് അതാണോ തോന്നുന്നത്? എനിക്ക് അത് തന്നെ തോന്നുന്നത്. എന്നാ തിന്നോ. എനിക്ക് വേണ്ട, കണ്ടിട്ട് അപ്പി. ഇത്ര വേണം. കുറച്ച് ചീസും കൂടെ ഇടാം. ചീസ് ഇച്ചിരി ഇങ്ങനെ കീറി പോയി ചേട്ടാ, കുഴപ്പമില്ല. ചീസ്. നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നോക്കൂ, വളരെ വണ്ടർഫുൾ ആയിട്ടാണ് അത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മാഗി ഇറക്കി കൊടുക്കാം. ഒയ്യോ, ചാടി അങ്ങ് വീണോ. ഇത് സെറ്റായിരിക്കും തോന്നുന്നു കേട്ടോ. അച്ഛൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ മാഗി വെച്ചിട്ടുള്ള സാധനങ്ങളെ തന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ മാഗി വെച്ചിട്ട് ദോശ വിട്ട്. എടോ സർപ്രൈസ് ആയിട്ടോ, ഇതുപോലെ എല്ലാവരും സർപ്രൈസ് ആവണം. മാഗി വെച്ച് ദോശ വിട്ട് ഇടിയപ്പം ഉണ്ടാക്കി, ചീസി മാഗി. ഇതിനകത്ത് മറ്റേ ചോളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ആരാ ടേസ്റ്റ് ചെയ്യുന്നറിയാവോ? അച്ഛൻ. വൈകുന്നേരം ആയി കേട്ടോ, നേരമൊക്കെ ഇരുട്ടിയിട്ടുണ്ട്. ഒരു 2 ചീസ് കൂടെ ഇടാവേ ഇതിൻ്റെ മണ്ടയിലോട്ട്. ഒന്നുകൂടെ കേട്ടോ. ഓക്കെ, സെറ്റ്. കഴിഞ്ഞ പരിപാടി, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? കഴിച്ചു നോക്കിയോ? കഴിക്കാം കേട്ടോ, നല്ല വിശപ്പ്. എൻ്റെ മൂക്കൊക്കെ അടഞ്ഞു. എനിക്ക് പനിയാ, എനിക്കും വയ്യ. പനിയാ. ഇവിടെ ടൊമാറ്റോ സോസ് ഉണ്ട്. അത് മാഗിയുടെ തന്നെ ടൊമാറ്റോ സോസ് ആട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കാം.
ഭയങ്കര കട്ടി അല്ലേ, ഭയങ്കര തിക്ക് സാധനം. എനിക്ക് ഇച്ചിരി വെള്ളം പോലെ ആയാൽ കുഴപ്പമില്ലെന്ന് തോന്നില്ലേ? കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ ഇതിന് സൂപ്പർ ആയിരിക്കും കേട്ടോ. നല്ല എരിയുണ്ട്. നമ്മൾ മാഗിയുടെ മസാല ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ട്, പിന്നെ കുരുമുളക് പൊടി ഇട്ട്, അത് പോരാഞ്ഞിട്ട് മുളക് അരിഞ്ഞു ഇട്ടിട്ടുണ്ട്. ചോളത്തിൻ്റെതേ പച്ചയാ നല്ലത്. പച്ചയായിരുന്നു ഇച്ചിരി സൂപ്പറായിരുന്നു. ചോളം എടുക്കുമ്പോൾ പച്ചച്ചോളം എടുക്കണേ, അതിൻ്റെ ഒരു കട്ടിയുണ്ട് മറ്റേ ചോളത്തിൻ്റെ. ഇനി അടുത്ത എന്തരാന്ന് തോന്നുന്നു? അടുത്ത് വെറൈറ്റി ഐറ്റം. വെള്ളം വേണോ? പക്ഷെ എല്ലാം മാഗിയുടെ വെള്ളമായിരിക്കും. മാഗി പൊടി ഇട്ട വെള്ളം കറക്കി തരാം. വേണോ? വേണ്ട. ഇനി വേറൊരു സംഭവം ഉണ്ട്. ഇനി എന്തോ? ഇനി നമുക്ക് മാഗി പൊരിക്കാം. പൊരിക്കണോ? പൊരിച്ചെടുത്ത് തരാം, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പനിയേ ഉള്ളു, നാളെ ഇളക്കോളാവും. ഒരു കമ്പെടുത്തിട്ടോ ഈർക്കില് എന്താ പൊരിക്കാനാ, കൊണ്ടുപോകാൻ ഇങ്ങോട്ട്. നമുക്കിനി മാഗി വെച്ച് ഉണ്ടംപരി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അടുത്ത പരിപാടി അതാണ് ഉണ്ടംപരി. ഉണ്ട ഉരുട്ടിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ അത് ഉണ്ടംപരിയാവും. ഞാൻ ഉണ്ടാക്കും. നമ്മൾ മാഗി വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കുറച്ച് മസാലയും കൂടി ഇട്ടിട്ട് ഈ ടൂത്ത് പിക്കിനകത്ത് ഉണ്ട ഉരുട്ടി വെച്ചിട്ട് വറുക്കണം കേട്ടോ. എനിക്കറിയത്തില്ലേ എന്തൊക്കെയാണോ. അതായത് മാഗി ലോലിപോപ്പ് ഇതിന്റെ മൂട്ടിൽ ഇങ്ങനെ ഉണ്ടണക്കിരിക്കണം, എന്നിട്ട് ഇത് വെച്ച് പൊരിക്കണം എണ്ണയിൽ വെച്ച്. ഇതിപ്പോ തട്ടട്ടെ, അത് തട്ടിക്കോ, മാഗിയുടെ പൊടി തട്ടാം. എന്നിട്ട് നമുക്ക് ഇളക്കാം. ഇളക്ക് നമുക്ക് നോക്കാം. ഇതൊരു പരീക്ഷണമാണ്. അത്താഴം ഇതാണ് അത്താഴം. അച്ഛൻ്റെ ഓരോ ഐറ്റം കണ്ടിട്ട് ഞെട്ടി നിൽക്കുക. ഇത് മാഗി ലോലിപോപ്പ്, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ. ഇത് നമ്മൾ ഇനി എണ്ണയിലിട്ട് മുക്കി പൊരിക്കും. അങ്ങനെ നമുക്കിനി ഇത് പൊരിക്കാം. പൊരിയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് പച്ച നൂഡിൽസിന്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു തോന്നുന്നല്ലേ. കുഴപ്പമില്ല, ഇനിയിപ്പം അത് മതി. എല്ലാം കമ്പ് കിട്ടെ. ഇനി ഇത് വറുത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. എക്സൈറ്റഡ് ആണോ അച്ഛൻ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. മാഗി വെച്ചപ്പോ ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മാഗി വെച്ച് പുളിശ്ശേരിയും പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തൊരു ചലഞ്ച് ഞാൻ അത് ട്രൈ ചെയ്യും. ഞാൻ മാഗി ലോലിപോപ്പ് ആണ് നമ്മൾ കഴിക്കുന്നത്. അച്ഛൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്തോ. കെച്ചപ്പ് വേണോ അതോ ചില്ലി സോസ് വേണോ? ചില്ലി സോസ്. അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം. അതെ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. കുറച്ച് ചില്ലി സോസ് നമുക്ക് മണ്ടയിലോട്ട് പീച്ചാം. ചാമ്പിക്കോ. മുറുമുറ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. ഞാൻ കഴിച്ചു നോക്കാവേ. കുറച്ച് ഒഴുക്കി ടൊമാറ്റോ. മതി എനിക്കിട്ടെ, കഴിച്ചു നോക്കാവേ. മുരുമുര സൗണ്ട് ഞാൻ കൊള്ളാമല്ലേ? സൗണ്ട് നോക്കൂ. ചില്ലി ചൗ ചുപ്പ നൂഡിൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അച്ഛൻ ഇതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ഛാ, കപ്പ് നൂഡിൽസ് ആണ് കേട്ടോ. നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചുവന്ന കളറാണ് അതിൻ്റെ. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. അല്ല അച്ഛൻ ടേസ്റ്റ് ഇല്ല. അച്ഛൻ ടേസ്റ്റ് ഇല്ല. വേണ്ട അച്ഛൻ എന്തായാലും അച്ഛന് കൊടുത്തിട്ട് കഴിക്കാവുന്ന ഒരു റൂളുണ്ട്. ചൊവ്വാം നൂഡിൽസാ ഇതിന്റെ പേര്. ചില്ലി ചൗ ചുപ്പ നൂഡിൽസ്. എന്തിനാണ് എന്തോ വെളുത്തുള്ളിയുടെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. വെജിറ്റബിൾസ് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് ക്യാരറ്റൊക്കെ ഉണ്ട്. എത്തുന്നില്ല അതിന്റെ അകം കാണാൻ. ഒരു ഫ്ലേവറും ഇല്ല, ഒരുമാതിരി ഇരിക്കുന്നു. വൃത്തിയുടെ സാധനം. ഉപ്പുമില്ല, എരിവുമില്ല, മസാലയൊന്നും ഒരുമാതിരി ഇരിക്കുന്നു. ടേസ്റ്റ് ഇല്ല. എനിക്ക് മറ്റേ സ്പൂണോ കാണോ നല്ലത്. ഒരു പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാത്തൊരു സാധനം. നമ്മൾ ഉണ്ടാക്കിയതാ. ചലഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ചലഞ്ച് സൂപ്പറായിരുന്നു. നല്ലായിരുന്നു അല്ലേ? ഈ ഒരു സാധനം മാത്രം കൊള്ളത്തില്ലായിരുന്നു. ഇത് പിന്നെ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. ടേസ്റ്റ് ഒക്കെ അത്യാവശ്യം. ഒരു സ്നാക്കായിട്ടൊക്കെ വേണമെങ്കിൽ കഴിക്കാം. വൈകുന്നേരം ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മാഗി വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ഇനി വേണ്ട. ഇനി എപ്പോഴെങ്കിലും പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. നമുക്ക് മാഗി വെച്ചിട്ട് നമുക്ക് പുളിശ്ശേരിയോ എരിശ്ശേരിയോ ഒക്കെ ഉണ്ടാക്കാം. ഇനി ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ബൈ.